ദ്രോണ കോച്ചിങ് 2026ലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കേരളത്തിലെ നദികളെക്കുറിച്ചാണ് പറഞ്ഞത്. അതിൽ അവസാനം പറഞ്ഞത് ആലുവയിൽ വെച്ച് പെരിയാർ രണ്ടായി പിരിയുന്നു. മംഗലം പുഴയും മാർത്താണ്ഡൻ പുഴയെന്ന് രണ്ടായി പിരിയുന്നു. ഇതിൽ മംഗലം പുഴ പതിക്കുന്നത് ചാലക്കുടി പുഴയിലാണ്. മംഗലം പുഴ പതിക്കുന്നത് മംഗലപ്പുഴ പതിക്കുന്നത് എവിടെയാണ്? ചാലക്കുടി പുഴയിലാണ്. പെരിയാർ പതിക്കുന്നത് വേമ്പനാട്ട് കായലിലാണ്. പെരിയാർ പതിക്കുന്നത് വേമ്പനാട്ട് കായലിലാണ്. ഏത് പതിക്കുന്നത്? പെരിയാർ. ഈ പെരിയാറിന്റെ തീരത്തുള്ള പ്രശസ്തമായ ക്രിസ്തുമത തീർത്ഥാടന കേന്ദ്രമാണ് മലയാറ്റൂര്. മലയാറ്റൂര് പെരിയാറിന്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ക്രിസ്തുമത തീർത്ഥാടന കേന്ദ്രമാണ് എന്ന് പറയുന്നത് മലയാറ്റൂർ എന്ന് പറയുന്നത്. ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ കാലടി പെരിയാറിന്റെ തീരത്ത് ആണ്. അവരുടെ ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ കാലടി എവിടെ സ്ഥിതി ചെയ്യുന്നു? പെരിയാറിന്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് ചെങ്കുളം ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് പെരിയാറിന്റെ പോഷക നദിയായ മുതിരപ്പുഴയിൽ ആണ്. മുതിരപ്പുഴയിലാണ് ചെങ്കുളം ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. അത് പെരിയാറിന്റെ പോഷക നദി ആണ്. പെരിയാറിന്റെ പോഷക നദിയാണ് അത്. ഇനി കാലടിപ്പുഴ, ആലുവ പുഴ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് പെരിയാറിനെയാണ്. ആലുവ പുഴയെന്നും കാലടിപ്പുഴയെന്നും പേരിൽ അറിയപ്പെടുന്നത് ഏതിനെയാണ്? പെരിയാറിനെയാണ് അറിയപ്പെടുന്നത്. കാലടിപ്പുഴ എന്ന് അറിയപ്പെടുന്നത്, അതുപോലെ ആലുവ പുഴ എന്ന് അറിയപ്പെടുന്നത്. ഈ കിഴക്കോട്ടൊഴുകുന്ന നദികൾ കബനി, ഭവാനി, പാമ്പാർ എന്നിവയാണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞ ക്ലാസ്സിൽ. അതിൽ ഏറ്റവും നീളം കൂടിയത് കബനി നദിയും നീളം കുറഞ്ഞത് പാമ്പാറുമാണ്. അപ്പൊ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ നീളം കൂടിയത് കബനി നദിയും നീളം കുറഞ്ഞത് പാമ്പാറുമാണ്. ഈ പെരിയാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതങ്ങളാണ് ഏതൊക്കെ? തേക്കടി വന്യജീവി സങ്കേതം, പെരിയാർ സങ്കേതം എന്നും പറയും. അതുപോലെ തട്ടേക്കാട് പക്ഷി സങ്കേതം എന്നിവ. തേക്കടി വന്യജീവി സങ്കേതവും തട്ടേക്കാട് പക്ഷി സങ്കേതവുമാണ് പെരിയാറിന്റെ തീരത്തുള്ള വന്യജീവി സങ്കേതങ്ങളെന്ന് പറയുന്നത്. ഈ കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയാണ് പെരിയാർ. എന്താണെന്നറിയപ്പെടുന്നു? കേരളത്തിന്റെ ജീവരേഖ എന്നാണ് അറിയപ്പെടുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദിയും അണക്കെട്ടുകളുള്ള നദിയും ഏതാണ്? പെരിയാറാണ്. അപ്പൊ പെരിയാറിലാണ് ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ളത്. അതുപോലെ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ള നദിയും പെരിയാർ ആണ്. 99 വെള്ളപ്പൊക്കം എന്ന് അറിയപ്പെടുന്നത് കൊല്ലവർഷം 1099 വെള്ളപ്പൊക്കത്തെയാണ്. അത് നടന്നത് 1924 ആണ്. ഇംഗ്ലീഷ് വർഷം 1924 99 വെള്ളപ്പൊക്കം നടന്നത്. എന്നാൽ 1341 നടന്ന വെള്ളപ്പൊക്കം, പെരിയാറിലുണ്ടായ വെള്ളപ്പൊക്കമാണ് കൊടുങ്ങല്ലൂർ തുറമുഖത്തെ നശിപ്പിച്ചത്. കൊടുങ്ങല്ലൂർ തുറമുഖം നശിച്ചത് ഏത് വെള്ളപ്പൊക്കത്തിലാണ്? 1341 വെള്ളപ്പൊക്കത്തിൽ ആണ്. ഈ തുറമുഖത്തെയാണ് പ്രാചീന കാലത്ത് മുസിരീസ് എന്ന് അറിയപ്പെട്ടിരുന്നത്. ഈ തുറമുഖത്തെയാണ്. ഇനി കേരളത്തിലെ രണ്ടാമത്തെ വലിയ നദിയാണ് ഭാരതപ്പുഴ. അതിന്റെ നീളം 209 കിലോമീറ്റർ ആണ്. അത് ആനമലയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. പാലക്കാട്, തൃശൂർ, മലപ്പുറം ജില്ലകളിലൂടെയാണ് അത് ഒഴുകുന്നത്. ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത് ആനമലയിൽ നിന്നാണ്. നീളം 209 കിലോമീറ്റർ. ഇത് ഒഴുകുന്നത് പാലക്കാട്, തൃശൂർ, മലപ്പുറം എന്നീ ജില്ലകളിലൂടെ ആണ്. ചിറ്റൂർ ഭാഗത്ത് ഈ നദിയെ ശോകനാശിനി പുഴ എന്നാണ് അറിയപ്പെടുന്നത്. ഏതിനെ? ഭാരതപ്പുഴയെ ശോകനാശിനി പുഴ എന്നാണ് ചിറ്റൂർ ഭാഗത്ത് അറിയപ്പെടുന്നത്. ഈ പേരിൽ വിളിച്ചത് തുഞ്ചത്ത് എഴുത്തച്ഛൻ ആണ്. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ് ശോകനാശിനി പുഴ എന്ന് ഭാരതപ്പുഴയെ വിളിച്ചത്. ഇനി ഭാരതപ്പുഴയുടെ പോഷക നദികൾ ഏതൊക്കെയാണെന്ന് പഠിക്കണം. കണ്ണാടിപ്പുഴ, തൂതപ്പുഴ, ഗായത്രിപ്പുഴ, കൽപ്പാത്തിപ്പുഴ എന്നിവയാണ് ഭാരതപ്പുഴയുടെ പോഷക നദികൾ. ഭാരതപ്പുഴയുടെ പോഷക നദികൾ ഏതൊക്കെയാണ്? കണ്ണാടിപ്പുഴ, തൂതപ്പുഴ, ഗായത്രിപ്പുഴ, കൽപ്പാത്തിപ്പുഴ എന്നിവയാണ്. ഇതിൽ കണ്ണാടിപ്പുഴ ഭാരതപ്പുഴയിൽ ചേരുന്നത് പറളിയിൽ വെച്ചാണ്. പറളിയിൽ വെച്ചാണ് ഭാരതപ്പുഴയിൽ അത് ചേരുന്നത്, കണ്ണാടിപ്പുഴ ചേരുന്നത്. ഇനി ഒരു നദിയുണ്ട് കുന്തിപ്പുഴ എന്ന് പറയുന്ന, അത് തൂതപ്പുഴയുടെ ഉപനദിയാണ് കുന്തിപ്പുഴ എന്ന് പറയുന്നത്. തൂതപ്പുഴയുടെ ഉപനദിയാണ് ഏത്? കുന്തിപ്പുഴ.
ഇനി ഗായത്രി പുഴ തൃശ്ശൂർ ജില്ലയിലെ മായന്നൂർ വെച്ചാണ് ഭാരതപ്പുഴയിൽ ചേരുന്നത്. തൃശ്ശൂർ ജില്ലയിലെ മായന്നൂർ വെച്ചാണ് ഭാരതപ്പുഴയിൽ ചേരുന്നത്. ഏതാണ്? ഗായത്രി പുഴ. ഇനി ചിറ്റൂർ പുഴ എന്നറിയപ്പെടുന്നത് കണ്ണാടിപ്പുഴയെയാണ് ചിറ്റൂർ പുഴ എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ചിറ്റൂർ പുഴ എന്നറിയപ്പെടുന്ന ഏതിനെയാണ്? കണ്ണാടിപ്പുഴയെ ആണ്. ഇനി തൂതപ്പുഴ ഉത്ഭവിക്കുന്നത് സൈലന്റ് വാലിയിൽ നിന്നാണ്. തൂതപ്പുഴ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? സൈലന്റ് വാലിയിൽ നിന്നാണ്. ഭാരതപ്പുഴ പതിക്കുന്നത് അറബിക്കടലിന്റെ ഭാഗം പൊന്നാനിയാണ്. പൊന്നാനിയിലാണ് അറബിക്കടലിൽ ഏത് പതിക്കുന്നത്? ഭാരതപ്പുഴ പതിക്കുന്നത്. ഭാരതപ്പുഴയുടെ അഴിമുഖത്ത് കാണുന്ന പ്രധാനപ്പെട്ട മത്സ്യബന്ധന കേന്ദ്രമാണ് അല്ലെങ്കിൽ തുറമുഖമാണ് പൊന്നാനി തുറമുഖം എന്ന് പറയുന്നത്. രണ്ടാമത് വലിപ്പമുള്ള നദി കേരളത്തിൽ ഏതാണ്? ഭാരതപ്പുഴയാണ്. അതിന്റെ നീളം 209 കിലോമീറ്റർ. ഉത്ഭവം ആനമല. അത് ഒഴുകുന്നത് പാലക്കാട്, തൃശ്ശൂർ, മലപ്പുറം എന്നീ ജില്ലകളിലൂടെയാണ് ഒഴുകുന്നത്. ചിറ്റൂർ ഭാഗത്ത് ഇതിനെ ശോകനാശിനി പുഴ എന്ന് അറിയപ്പെടുന്നു. ഇതിനെ ശോകനാശിനി പുഴ എന്ന് വിളിച്ചത് എഴുത്തച്ഛൻ ആണ്, തുഞ്ചത്ത് എഴുത്തച്ഛൻ ആണ്. ഈ ഭാരതപ്പുഴയുടെ പോഷക നദികൾ കണ്ണാടിപ്പുഴ, തൂതപ്പുഴ, ഗായത്രി പുഴ, കൽപ്പാത്തിപ്പുഴ എന്നിവയാണ്. കണ്ണാടിപ്പുഴ ഭാരതപ്പുഴയിൽ ചേരുന്നത് എവിടെ വെച്ചാണ്? പാർലിയിൽ വെച്ച് ആണ്. കുന്തിപ്പുഴ തൂതപ്പുഴയുടെ ഒരു ഉപനദിയാണ്. അതുപോലെ കണ്ണാടിപ്പുഴയെയാണ് എന്തെന്ന് അറിയപ്പെടുന്നത്? ചിറ്റൂർ പുഴ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ചിറ്റൂർ പുഴ എന്നറിയപ്പെടുന്നത് ഏതാണ്? കണ്ണാടിപ്പുഴയാണ്. ഇനി തൂതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം സൈലന്റ് വാലിയാണ്. തൂതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം സൈലന്റ് വാലിയാണ്. ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കുന്നത് പൊന്നാനിയിൽ വെച്ചാണ്. ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കുന്നത് എവിടെ വെച്ചാണ്? പൊന്നാനിയിൽ വെച്ച് ആണ്. ഇനി ഭാരതപ്പുഴയുടെ അഴിമുഖത്ത് കാണുന്ന പ്രധാനപ്പെട്ട മത്സ്യബന്ധന മേഖലയാണ് പൊന്നാനി തുറമുഖം എന്ന് പറയുന്നത്. അഴിമുഖ തുറമുഖമാണ് ഏതിന്റെ? ഭാരതപ്പുഴയുടെ അഴിമുഖ തുറമുഖമാണ് ഏത്? പൊന്നാനിയിൽ സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന കേന്ദ്രം പൊന്നാനി തുറമുഖം എന്ന് പറയുന്നത്. അപ്പം കേരളത്തിലെ പുഴകളെ കുറിച്ചുള്ള ബാക്കി കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ അവതരിപ്പിക്കുന്നതാണ്. ഈ വീഡിയോ ആദ്യമായി കാണുന്നവർ ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.